ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമയാസ് വ്ലോഗ്. ബി എഡും ഡി എഡും ഒക്കെ പഠിക്കുന്നവർക്ക് മസ്റ്റായിട്ട് വേണ്ടുന്നതാണ് ചാർട്ട് ഫയൽ. പഠിക്കുന്ന കുട്ടികൾക്ക് അസൈൻമെൻറ്റ്സ് വയ്ക്കാനും അല്ലാതെ വീട്ടാവശ്യങ്ങൾക്ക് പേപ്പേഴ്സൊക്കെ സൂക്ഷിച്ച് വെക്കാനും നമുക്കിത് ഉപയോഗിക്കാം. ഒരു ഫുൾ സൈസ് ചാർട്ട് എടുത്ത് അതിനെ നേർപകുതി രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. രണ്ടായിട്ട് മടക്കുമ്പോൾ ഒരേ രീതിയിൽ മടക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ സെയിം സൈസിലുള്ള 2 പീസസ് ആയിട്ടുള്ള ചാർട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് 2 ചാർട്ട് ഫയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ഇതിൽ നിന്ന് ഒരെണ്ണം ഞാനിപ്പോൾ എടുക്കുവാണേ. ആ ഒരെണ്ണത്തിനെ ഞാൻ വീണ്ടും രണ്ടായിട്ട് ഞാൻ മടക്കുകയാണ്. അതായത് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന ചാർട്ടിൽ നിന്നും പകുതി ചാർട്ട് ഫയൽ ഉണ്ടാക്കാനായിട്ട് രണ്ടായിട്ട് വീണ്ടും മടക്കുന്നു. എന്നിട്ട് സ്കെയിലെടുത്ത് നമുക്കൊരു 2.5 സെൻറ്റിമീറ്റർ മുകളിലും താഴെയുമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യണം. താഴെ 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു, മുകളിലും അതുപോലെ 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു. സ്കെയിലിൽ മാർക്ക് ചെയ്യാതെയും നമുക്ക് മടക്കാം, പക്ഷേ സ്കെയിലിൽ മാർക്ക് ചെയ്താൽ നമുക്ക് ഈവനായിട്ട് മടക്കാൻ സാധിക്കും. ഇനി മാർക്ക് ചെയ്ത അളവിൽ ചാർട്ടിനെ ഇടതുവശത്തേക്ക് ഈ കാണുന്ന രീതിയിലേക്ക് ഒന്ന് മടക്കി കൊടുക്കേണ്ടതാണ്. രണ്ടായിട്ട് മടക്കിയ ചാർട്ടിൻ്റെ ഫസ്റ്റ് പേജ് നമുക്ക് ഇടതുവശത്തേക്ക് മടക്കി കൊടുക്കേണ്ടതാണ്. ഇനി സെക്കൻഡ് പേജ്, രണ്ടാമത്തെ പേജും ഇതേപോലെ മറുവശത്തേക്ക് മടക്കി കൊടുക്കേണ്ടതാണ്. ആദ്യത്തെ പേജ് ഇടതുവശത്തേക്കാണെങ്കിൽ രണ്ടാമത്തെ പേജ് നമുക്ക് വലതുവശത്തേക്കാണ് മടക്കി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നേരെ ഇരുന്ന ചാർട്ടിനെ നമുക്ക് മറച്ചിട്ടതിന് ശേഷം ഇടതുവശത്തേക്ക് വീണ്ടും മറച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ ഒരിക്കൽ കൂടെ ഇത് ആവർത്തിക്കേണ്ടതാണ്. ആ മടക്കിയ അതേ അളവിൽ തന്നെ ഒരിക്കൽ കൂടെ ഒരു പേജ് ഇടത്തോട്ടും മറ്റേ പേജ് വീണ്ടും ഉള്ളിലോട്ടും മടക്കേണ്ടതാണ്. കണ്ടോ, ഇതേപോലെ നമുക്ക് മടക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല രീതിക്ക് അതിനെ പ്രസ് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ തയ്യാറാക്കിയ ഫയലിൻ്റെ പുറം ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലും അകം ഭാഗത്തായിട്ട് പേപ്പർ വയ്ക്കാനായിട്ട് ഈ രീതിയിലുമാണ് കിട്ടുക. ഇങ്ങനെ തയ്യാറാക്കിയാലാണ് നമ്മളുടെ ഫയൽ സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പേപ്പർ ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം. പക്ഷേ നീളം കൂടിപ്പോയി എന്ന് തോന്നിയവർക്ക് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഏകദേശം ഒരു 2 സെൻറ്റിമീറ്ററോ 3 സെൻറ്റിമീറ്ററോ നമുക്കിതിനെ മുറിച്ച് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ 2 സെൻറ്റിമീറ്റർ ഒരു സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ പേപ്പറിനെ ഇതിലെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലൊരു പഞ്ച് ചെയ്യാനുള്ള പഞ്ച് മെഷീനാണ്. ഇത് ഞാൻ സിംഗിൾ ഹോൾ ഇടുന്നതാണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ ഹോളുള്ള പഞ്ച് മെഷീനും ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ 2 ഹോൾസ് ഇട്ട് കൊടുത്തു. ഇനി പേപ്പർ എടുക്കുക. പേപ്പറിനെയും ആ അളവിൽ തന്നെ എടുക്കാനായിട്ട് ഞാൻ ആ സെയിം സൈസിൽ തന്നെ ഞാൻ ഒരു പേന കൊണ്ട് മാർക്ക് ചെയ്തിട്ട് അതിനെയും ഞാൻ പഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പഞ്ച് ചെയ്ത പേപ്പറിനെ നമുക്ക് ഇതുപോലൊരു ടൊയിൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ചരട് ഉപയോഗിച്ച് നമുക്കിതിനെ കെട്ടാം. ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഈ രീതിക്ക് ഇട്ടിട്ട് ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ കെട്ട് വരുന്നത്. ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ രീതിയിലും ബാക്ക് സൈഡിൽ നമുക്ക് ഇതിനെ നല്ല രീതിക്ക് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെയുള്ള ചാർട്ട് പേപ്പറിൽ ഞാൻ ഉണ്ടാക്കിയ ഫയൽസാണ് ഇത്. നമുക്ക് അസൈൻമെൻറ്റോ സെമിനാറോ ഒക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് കാണാം. ബൈ.